സമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ആഹ്വാനം. ലോക നേതാക്കൾ ശക്തമായി സംസാരിക്കുകയും അന്ത്യശാസനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ വേളയിൽ ലോകമൊരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അധികാരത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഉന്നതമായൊരു വിളിയുണ്ട്. ബൈബിളിലെ യോനായുടെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിനവേ നഗരം മുന്നറിയിപ്പ് കേട്ടപ്പോൾ അവർ പോരാടുകയല്ല ചെയ്തത്. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെ അവിടെ കരുണ വിജയിച്ചു. ഇന്ന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ശക്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുക. ഭക്ഷണ സമയത്ത് കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കായി നീക്കിവെക്കുക. കാരണം ഒരു ചെറിയ പ്രാർത്ഥന പോലും സ്വർഗത്തെ ചലിപ്പിക്കും. യുദ്ധത്തിൽ പൊലിയുന്ന ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ആരുടെയോ മകൻ, ആരുടെയോ കുടുംബം. അവർ ദൈവത്താൽ അത്യധികം സ്നേഹിക്കപ്പെടുന്നവരാണ്. ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളും സ്നേഹിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരാകാം, ഇന്ന് ഇപ്പോൾ തന്നെ.